നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു, അതെ, നീ എന്നെ അച്ഛനായിട്ട് കണ്ടാൽ മതി. ഇനി ആര് ചോദിച്ചാലും നിന്റെ അച്ഛൻ ബാലേന്ദ്രനാന്ന് നീ പറഞ്ഞാൽ മതി. എനിക്ക് നീ എൻ്റെ മകളെ പോലെയാണ്, മനസ്സിലായല്ലോ? അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അലീന ശരിയെന്ന് പറയാണ്. പിന്നെ എൻ്റെ കാര്യങ്ങൾ ഇന്ന് മുതൽ നീയാ നോക്കണേ. എൻ്റെ ആഹാരം അതോടൊപ്പം തന്നെ എൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ എല്ലാം ഓർമ്മയുണ്ടല്ലോ, എല്ലാം ഓർമ്മയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയെ വിളിച്ചു. അലീന തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അറിയാലോ, ഇതിൻ്റെ പേരിൽ ഇവിടെ ചിലപ്പോൾ വല്ല യുദ്ധം തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നീ കുറേ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഞാനും. എന്നോടൊപ്പം നീ നിൽക്കില്ലേ? എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നവരുടെ മുന്നിൽ നീ എന്നെ സഹായിച്ച് എന്നോടൊപ്പം നിൽക്കില്ലെന്ന് ചോദിക്കും. ഉറപ്പായിട്ട് നിൽക്കും എന്ന് വാക്ക് കൊടുത്തിട്ടാണ് അലീന താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ആ സമയത്ത് രോഹിത്തും ബബിതയും കൃഷ്ണമോളും വൈജയൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. അലീന ഇറങ്ങി വരുന്നതും കാത്ത് വൈജയന്തി അക്ഷമയോടെ കാത്ത് നിൽക്കുക. അങ്ങനെ അലീന അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ വൈജയന്തി അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, അല്ല, എന്തിനാടി ബാലേന്ദ്രൻ നിന്നെ അകത്തേക്ക് വിളിപ്പിച്ചേ? അത് സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണമെന്ന് പറയാനായിട്ട്. അതിന് നീ എങ്ങനെയാ നോക്കണേ? നീ ഇവിടുന്ന് പോകുമല്ലേ? നീ ബാലേന്ദ്രനോട് പറഞ്ഞില്ലേ നീ ഇവിടുന്ന് പോവാന്ന്? ഞാൻ പറഞ്ഞു, പക്ഷെ സാറ് പറഞ്ഞു പോവണ്ടാന്ന്. സാർ അങ്ങനെ പലതും പറയും, പക്ഷെ ഞാൻ പറയുന്നു, നീ ഇന്നു മുതൽ ഇവിടെ വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ, ഇവിടുന്ന് പോയിക്കോണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ ബാൽക്കണിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബാലേന്ദ്രൻ പറഞ്ഞു, അത് നീയല്ല തീരുമാനിക്കുന്നേ, ഞാനാ തീരുമാനിക്കുന്നേ. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലേന്ദ്രൻ, ഞാനാണ് അവളെ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവൾ ആരെ നോക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പോവണ്ടാന്ന്. ഇനി മുതൽ എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്ന അവളാണ്. വൈജയന്തിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഇതേ ബാലേന്ദ്ര, ഇതിനകത്ത് വെറുതെ ഇടപെടാൻ വരണ്ട. അതാ എനിക്കും പറയാനുള്ളത്. ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന പെൺകുട്ടി അവളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. പിന്നെ അവളെ ഇനിയിപ്പം നീയൊക്കെ ശത്രുവായിട്ടാണ് കാണുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ ശത്രുവായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ശത്രുവായിരിക്കും. അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. അപ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യമായി. വൈജയന്തി അലിനെ അങ്ങ് രൂക്ഷമായിട്ട് നോക്കുകയാണ്. ബാലേന്ദ്രന് മനസ്സിലായി താൻ അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേനും ഇവള് വൈജയന്തിയോട് ദേഷ്യപ്പെടുമെന്ന്. അത് മാത്രമല്ല, ബാലേന്ദ്രൻ പറഞ്ഞു, ഇന്ന് മുതൽ അലീന ഒരു കാര്യം കൂടെ ചെയ്യണം. എൻ്റെ അമ്മയുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി, അല്ലാതെ വേറൊരു കാര്യങ്ങളും നോക്കണ്ട. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഇവളെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നേ? ഇവിടെ വെച്ചു വിളമ്പാനൊക്കെ ഞാനുണ്ട്, ഞാൻ ചെയ്തോളാം. അതിന് ആര് പറഞ്ഞു നിന്നോട് വെച്ചു വിളമ്പണ്ടെന്ന്? അലീന ഇവിടെ നിൽക്കുന്നേ എന്നെ അമ്മയെ നോക്കാൻ വേണ്ടി മാത്രം, അടുക്കള വെച്ചു വിളമ്പാനല്ല. ഇന്നു മുതൽ അവൾ ആ ജോലിയും ചെയ്യണ്ട. അലീന, നീ അടുക്കളയിൽ കയറുവോ? ഇവിടുത്തെ വേറെ ജോലികളൊന്നും ചെയ്യണ്ട. എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. വൈജയന്തിക്ക് കനത്ത അടിയായിരുന്നത്. വൈജയന്തിക്ക് മുഖം അങ്ങോട്ട് ദേഷ്യമായിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ നിനക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അങ്ങനെ നീ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ അവളെ എന്ത് ചെയ്യും? ജൂവലറിയുടെ മാനേജറായിട്ട് 50,000 രൂപ സാലറിയിൽ അങ്ങോട്ട് നിയമിക്കും. എങ്ങനെയുണ്ട്? അതും കൂടെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ നിനക്കൊക്കെ നല്ലത്. അതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇടിവെട്ടേറ്റ അവസ്ഥയിൽ വൈജയന്തി നിൽക്കുക. വൈജയന്തിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ കാര്യങ്ങൾ. ആ സമയത്ത് മുത്തശ്ശിയുടെ മുറിയിലായിരുന്നു മനു. മുത്തശ്ശി മനുവിനോട് പറഞ്ഞു, പാവം അലീന, അവൾ പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുക, ഭാഗയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുക. അപ്പോഴേക്കും മനു പറഞ്ഞു, അങ്കിള് മുറിയിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ചിലപ്പം ഇനിയിപ്പോൾ പോകുമായിരിക്കും, യാത്ര പറയാൻ പോയതായിരിക്കും അവള്. പാവം കൊച്ച്, നല്ല കൊച്ചായിരുന്നു. ഇനി അവളെപ്പോലുള്ള ഒരുത്തിയെ ഈ വീട്ടിലേക്ക് കിട്ടത്തില്ല. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അലീന അങ്ങോട്ട് വന്നു. അലീന വന്നു കഴിഞ്ഞപ്പം മുത്തശ്ശി ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങളൊക്കെ? നീ യാത്ര പറയാൻ പോയതാണോ? പക്ഷേങ്കിൽ എന്നോട് പോവണ്ട സാറ് പറഞ്ഞു. അപ്പോഴേക്കും മണി ചോദിച്ചു, പോവണ്ടെന്ന് പറഞ്ഞു. അതെ, എന്നോട് ഇവിടെ നിൽക്കണമെന്ന്, സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന്. അത് നല്ല കാര്യമല്ലേ? അതല്ല മനുവേട്ടാ, എന്താ, സാറിൻ്റെ മുത്തശ്ശിയുടെയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്ന്, വേറെ ആരുടെയും കാര്യങ്ങൾ നോക്കണ്ട, ഇവിടുത്തെ അടുക്കള കാര്യങ്ങളൊന്നും നോക്കണ്ടെന്ന്. കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. മനുവേട്ടാ, എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നുണ്ട്. എന്താ? അത് പിന്നെ സാറ് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ സാറ് ഇവിടുന്ന് പോകുന്നു. അതെ, എന്നോട് ഇവിടുന്ന് പോകണ്ടാന്ന്. എനിക്കിവിടുന്ന് പോകാനാ മനുവേട്ടാ തോന്നുന്നേ. ഞാൻ കാരണം പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഞാനിവിടുന്ന് എങ്ങോട്ടേലും പോയിക്കോളാം. അതെങ്ങനെ ശരിയാവും? അങ്കിൾ പറഞ്ഞേക്കുമല്ലേ നീ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്കിളും ഇറങ്ങുമെന്ന്. അങ്കിളൊരു കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. എനിക്ക് മനസ്സിലാത്ത അങ്കിളിന് എന്തു പറ്റിയെന്ന, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്.
അങ്കിളുടെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി കൂടിയിട്ടുണ്ട്. അതാണ് ആൻറ്റിയുമായിട്ടുള്ള ഈ പ്രശ്നത്തിന് കാരണം. അല്ല, ആദ്യം മുറി മാറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അങ്കിളും ആൻറ്റിയും തമ്മിൽ ഇഷ്യൂ ആണ്. ഇനി ആൻറ്റിയോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് അങ്കിളിന് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. മുത്തശ്ശി പറഞ്ഞു, എന്നാലും എന്തായിരിക്കുമോ കാരണം? അതിനെക്കുറിച്ച് എനിക്കറിയില്ല മുത്തശ്ശി. പക്ഷേങ്കിൽ അങ്കിളുടെ മനസ്സിൽ ആൻറ്റി ഒരു കരടായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ആൻറ്റി എങ്ങനെ അങ്കിൾ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ കൂട്ടിയ കൂടത്തൊന്നുമില്ല. അലീന പറഞ്ഞു, ഞാനിവിടുന്ന് പോയാലോ? അലീന പോയാൽ ഇവിടെ എല്ലാം ശരിയാവുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അലീന പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. കുടുംബം പഴയതുപോലെ ഒരിക്കലും ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് മണ്ടത്തരമാണ് കാണിക്കുന്നത്. അലീന പോയാൽ ഒന്നുകൂടെ പ്രശ്നം രൂക്ഷമാകത്തുള്ളൂ. അങ്കിള് പോകുമെന്ന് പറഞ്ഞാൽ പോകും. അതുകൊണ്ട് വേണ്ട അലീന, അത്ര റിസ്ക് എടുക്കണ്ട. നീ ഇവിടെ തന്നെ തൽക്കാലം നിൽക്കുക. അല്ല, ഞാനിനി എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം. കൊല്ലപ്പള്ളി വീട്ടിലെ ഗംഗാധരൻ അങ്കിളും മാലതി ആൻറ്റിയും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അവരോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം. അതുവരെ നീ ഒരിടത്തേക്കും പോവില്ല, ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. ശരി മനുവേട്ട എന്നൊക്കെ അലീന പറഞ്ഞു. അതിനുശേഷം മനുശങ്കർ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് കൃഷ്ണമോളും ബബിതയും കൂടെ അങ്ങോട്ടേക്ക് വന്നപ്പം വൈജി ചോദിച്ചു, അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ? അമ്മയ്ക്ക് എന്താ ഇപ്പോൾ ഒരു ബോധമില്ലേ? ട്യൂഷന് പോകാൻ സമയമായി, ട്യൂഷന് പോകണ്ടേ? ഞങ്ങൾക്ക് ട്യൂഷനുള്ളല്ലേ? ഓ, ആ കാര്യം ഞാനങ്ങോട്ട് മറന്നുപോയി. അപ്പോഴേയും ബബിതയോട് ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ? അമ്മ, എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. 2 ദിവസം ഞാൻ കോളേജിൽ പോയില്ലോ. അപ്പം ഇവള് ട്യൂഷൻ എടുക്കുന്ന തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ കൂട്ടുകാരിയുണ്ട്. അപ്പോൾ അവളെ പോയി കാണാൻ. ശരി ആയിക്കോ, പോയിട്ട് വരാൻ പറയാം. കൃഷ്ണമോള് തിരികെ വന്നിട്ട് പറഞ്ഞു, അമ്മേ, അച്ഛനോട് ഗുസ്തി പിടിക്കാൻ പോയേക്കല്ലോ, അറിയാലോ. പാവം അച്ഛൻ അവിടെ എവിടെയെങ്കിലും ഒന്ന് കിടന്നോട്ടെ. നീ ചെന്നിട്ട് വാ എന്ന് വൈജ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനുഷ്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? കാറിൻ്റെ അടുത്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി ഞാൻ വിളിക്കാം. അപ്പോഴേക്കും കൃഷ്ണമോളും ബബിതയും കൂടെ അങ്ങോട്ട് ഇറങ്ങിയിരുന്നേ. അതെ, അത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടാ? ഞങ്ങൾ ട്യൂഷന് പോവാം. ശരി, ട്യൂഷന് പോയിട്ട് വരാൻ പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വൈജ മനുശങ്കറിൻ്റെ അടുത്തേക്ക് വന്നു. മനുശങ്കറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം. അത് കൊള്ളാലോ ആൻറ്റി, ഇത് എന്നോട് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ദേ മനു, നീയല്ലേ അവളെ കൊണ്ടുവന്നേ, അവളെ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വം നിനക്കാണ്. അവളെ ഇനി ഇവിടെ ജോലിക്കാരിയായിട്ട് വേണ്ട. ആൻറ്റി, ഇത് ആൻറ്റി അല്ല പറയണ്ടേ, അങ്കിളാ പറയണ്ടേ. അങ്കിള് ഞാനും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ. അങ്കിളല്ലേ അവൾക്ക് സാലറി കൊടുക്കുന്നേ, അപ്പം അങ്കിള് പറയട്ടെ. ദേ മനു, അപ്പം നീ പറഞ്ഞ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഇത് എൻ്റെ വീടാ, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ആൻറ്റിയുടെ വീടൊക്കെ തന്നെയായിരിക്കും, പക്ഷേ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. പറഞ്ഞു കേട്ടല്ലോ, കൂടുതൽ ഇങ്ങോട്ട് ചോദ്യം പറച്ചിലൊന്നും വേണ്ട. അങ്കിള് പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ, ആൻറ്റി പറയുന്നൊന്നും എനിക്ക് അനുസരിക്കാൻ പറ്റില്ല. വൈജയ്ക്ക് ദേഷ്യമായി. വൈജയന്തി ദേഷ്യപ്പെട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് പോവാണ്, അകത്തേക്ക് കയറി. അപ്പോഴേക്കും രോഹിത് അങ്ങോട്ടേക്ക് വന്നു. രോഹിത് വന്നു കഴിഞ്ഞപ്പം വൈജയന്തിയോട് പറഞ്ഞു, അമ്മേ, എനിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. എന്താടാ? അച്ഛൻ എന്തിനാ മോളത്തെ മുറിയിലേക്ക് വന്നേ? ആ സ്റ്റെയർ കേസിലേക്ക് വന്ന് എന്തിനാ? അവിടുത്തെ എൻ്റെ പ്രൈവസി മുഴുവൻ പോയി. നിന്റെ പ്രൈവസി എന്താടാ? നിന്റെ മുറിയിലാണ് അച്ഛൻ കിടക്കുന്നത്. അച്ഛൻ അവിടുത്തെ മറ്റേ മുറിയിലല്ല കിടക്കണേ. എനിക്ക് പിന്നെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമോ? നിനക്കെന്താടാ ഇതൊരു സ്വാതന്ത്ര്യം? പിന്നെ അച്ഛൻ ഇവിടെ എങ്ങാനും കിടന്നാൽ മതിയായിരുന്നു, ചുമ്മാ മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. രോഹിത്തിൻ്റെ പ്രൈവസി പോകുന്ന രോഹിത്തിന് നല്ല ടെൻഷനാണ്. ബാലേന്ദ്രൻ മോളത്തെ നെല്ലിലേക്ക് പോയത്. അപ്പോഴേക്കുമാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടാ നീ പോയില്ലേ എന്ന് വൈജി ചോദിച്ചു. കാറിൻ്റെ കീ എടുക്കാൻ മറന്നുപോയി. പിന്നീട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് തട്ടുവാണ്. അലീന കതവ് തുറക്കാൻ പറഞ്ഞു. അലീന കതവ് തുറന്നു. അതെ, ആ കാറിൻ്റെ കീ ഒന്ന് എടുത്ത് തരാമെന്ന് ചോദിക്കുക. അലീന കീ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ മനുശങ്കർ രോഹിത്തിനെ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. രോഹിത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുശങ്കർ കേട്ടിട്ടുണ്ടായിരുന്നു. രോഹിത് അങ്ങോട്ടൊന്നും മിണ്ടാതെ കയറിപ്പോയി. അപ്പോഴേക്കും വൈജയന്തിയോട് മനുശങ്കർ പറഞ്ഞു, അതെ, ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്തിരിക്കുക. ഇനി ആൻറ്റി ആയിട്ടൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പോവരുത്. ഞാനെന്താടാ, ഞാനിവിടെ സ്ഥിരം പ്രശ്നക്കാരിയാണോ? എല്ലാം അവളെ ഒറ്റയൊരുത്തി കാരണമാണ് അലീന. അവളിവിടുന്ന് പോയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോഴേക്കും അലീന കഥ തുറന്ന് കീയുമായിട്ട് വരുന്നത്. അലീന അത് കേട്ടു. അലീന പറഞ്ഞു, എനിക്ക് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ പോകാൻ തയ്യാറാ. ഇപ്പം വേണ്ട ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാ. എങ്കിൽ പിന്നെ എന്തിനാടി നിൽക്കുന്നേ? ഇറങ്ങിപ്പോയിക്കൂടെ നിനക്ക് എന്ന് വൈജ ചോദിച്ചു. മനു പറഞ്ഞു, ദേ ആൻറ്റി, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അവളോട് പോകണ്ടെന്ന് അങ്കിള് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അവൾ എന്തിനാ പോകുന്നേ? അലീന പറഞ്ഞു, ഞാൻ ഇനി പോകുന്നില്ല. എന്നോട് സാറാ പറഞ്ഞ് പോകണ്ടെന്ന്. പക്ഷെ ഞാൻ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. എനിക്കറിയാടി നീ ഇവിടെ നിൽക്കുമെന്ന്. ബാലേന്ദ്രനെ കാര്യങ്ങളൊക്കെ നിനക്ക് നോക്കണം അല്ലേ? ആൻറ്റി എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? അങ്കിള് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്കിളുടെ കെയറിങ്.
അങ്കിളുടെ ആഹാരം എടുത്തു കൊടുക്കുക, അതുപോലെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുക. അതൊക്കെ അലീന ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ ആൻറ്റിക്കൊന്നുമില്ല, ഇത്ര പ്രായമില്ലേ ആൻറ്റി, ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയും കൂടെ അല്ലേ, കുറച്ചൊക്കെ ഒരു സാമാന്യ ബോധത്തോടെ ചിന്തിക്കുക. ഇനിയിപ്പം ആൻറ്റി എന്തൊക്കെ നാടകം കളിച്ചെന്ന് പറഞ്ഞാലും അങ്കിൾ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ആൻറ്റിക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുന്നത്. അലീന ഇവിടെ നിന്ന് പോയെന്ന് ഓർത്തോണ്ട് അങ്കിള് ആൻറ്റിയോട് പഴയതുപോലെ ഒന്നും പെരുമാറാൻ പോകുന്നില്ല. അത് ഉറപ്പിച്ച കാര്യമാണ്. നീ കാരണവാടിയല്ല എല്ലാം എന്നും പറഞ്ഞോണ്ട് അലീനയുടെ നേരെ കൈ ചൂണ്ടുക. അലീന പറഞ്ഞു, ഞാനെന്ത് തെറ്റ് ചെയ്തു? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, വെറുതെ എന്നെ കുറ്റക്കാരിയാക്കാണ്ട് ശ്രമിക്കണ്ട. അതും പറഞ്ഞ് അലീന അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം. വൈജയുടെ അടുത്ത് വന്നിട്ട് മനുഷ്യങ്കൾ പറഞ്ഞു, ആൻറ്റി നന്നാവും നോക്ക്, ഇനിയെങ്കിലും അങ്കിള് പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നോക്ക്. ഒരു ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഒന്ന് ആരുടെയെങ്കിലും കണ്ടു പഠിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. ഇനിയെങ്കിലും അങ്കിള് പറയുന്ന കേൾക്കാൻ പറഞ്ഞിട്ട് മനുഷ്യങ്കൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അടി കിട്ടിയ പോലെ വൈജയന്തിക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.